ഹീറോ മോട്ടോകോർപ്പിൻ്റെ വലിയ എക്സ്പൾസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് വളരെയധികം നാളുകളായിട്ടുണ്ട്. ഇതുവരെയായിട്ട് നമുക്ക് ഹീറോ അത് തന്നിട്ടുമില്ല, അതിനെക്കുറിച്ച് ഒന്നും തന്നെ സംസാരിക്കുന്നില്ല. പക്ഷേ ഇന്ന് പുതിയൊരു മോഡൽ ഹീറോ മോട്ടോകോർപ്പ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഹീറോ എക്സ്പൾസ് 200 4V റാലി എഡിഷൻ എന്ന് പറയുന്ന ഒരു പുതിയ മോഡലാണ്. ഇത് ന്യൂസ് ഓഫ് വീൽസ്, ഞാൻ ആൽബിൻ വർഗീസ്. എല്ലാവർക്കും ഡോർക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. മോട്ടോർ സൈക്കിൾ ന്യൂസ്, ടെക്നിക്കൽ വീഡിയോസ്, മോട്ടോർ സൈക്കിൾ റിവ്യൂസ് കാണാനായിട്ട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുക. അതൊരു മോട്ടോർ സൈക്കിൾ ഇൻഡസ്ട്രീസിലുള്ള ലേറ്റസ്റ്റ് ന്യൂസ് അറിയാനായിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഹീറോ മോട്ടോകോർപ്പ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് വലിയ എക്സ്പൾസ് അല്ല. വലിയ എക്സ്പൾസിനെ കുറിച്ച് ഇപ്പോൾ അവർ ഒന്നും തന്നെ പറയുന്നില്ല. പക്ഷേ ഇന്ന് ലോഞ്ച് ചെയ്തിട്ടുള്ള മോഡൽ എന്ന് പറയുന്നത് ഇപ്പോൾ ലോഞ്ച് ചെയ്ത് കുറച്ച് നാൾക്ക് മുൻപ് ലോഞ്ച് ചെയ്ത ഹീറോ എക്സ്പൾസ് 200 4V ബേസ് ചെയ്തിട്ടുള്ള ഒരു റാലി എഡിഷൻ എന്ന് പറയുമ്പോൾ റാലി കിറ്റ് അല്ല, അതല്ലാതെ ഒരു പുതിയ ഒരു മോഡലാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഹീറോ നടത്തുന്ന ഒരു വലിയൊരു ഇവന്റ് ഉണ്ട്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല ഒരു ഡേറ്റ് ബൈക്കറെ സെലക്ട് ചെയ്യുന്ന ഒരു ഇവന്റാണ് HDBC എന്ന് പറയുന്ന ഹീറോ ഡേറ്റ് ബൈക്കിംഗ് ചലഞ്ച് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ഇവന്റ് നടത്തുന്നത്. ഒരു മോട്ടോക്രോസ് ഓടിക്കുന്ന ഒരു ഡേറ്റ് റൈഡർക്കുള്ള വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ്. നല്ല രീതിയിലുള്ള പ്രൈസും കാര്യങ്ങളും അതുപോലെ ഇന്റേൺഷിപ്പ് അങ്ങനെ പല കാര്യങ്ങളും കൊടുക്കുന്ന ഒരു ഇവന്റ് ആണ് HDBC എന്ന് പറയുന്ന ഈ ഒരു ഇവന്റ്. സോ രജിസ്ട്രേഷൻ ഓൾറെഡി ഓപ്പൺ ആണ്. 7th തൊട്ട് രജിസ്ട്രേഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. ഇതുവരെയായിട്ടും ക്ലോസ് ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഈ ഒരു ഇവന്റ് നടത്തുന്നത് MTVയുടെ ഒപ്പമാണ്. MTVയിലൊക്കെ ടെലികാസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യതകളുണ്ട്. ഇന്ത്യയിലെ തന്നെ ഒരു ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഡേറ്റ് ബൈക്കിംഗ് ചലഞ്ച് ആണ് ഈ ഒരു ഇവന്റ്. 45 സിറ്റീസിലാണ് ഈ ഒരു ഇവന്റ് നടക്കുന്നത്. അതുപോലെ തന്നെ 5 സ്റ്റേജുകൾ ഉണ്ടായിരിക്കും. നമ്മുടെ കേരളത്തിൽ കൊച്ചി, കോഴിക്കോട്, തിരുവനന്തപുരം അങ്ങനെയൊക്കെയാണ്. അങ്ങനെ 3 സ്ഥലങ്ങളിലാണ് ഈ ഒരു ഇവന്റ് നടത്തുന്നത്. സോ നിങ്ങൾ മോട്ടോക്രോസ് റേസിങ്ങിനോട് താല്പര്യമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇവന്റിൽ എന്തായാലും രജിസ്ട്രേഷൻ ചെയ്യുക. നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും എടുത്ത് പറയുന്നത്. എന്തായാലും നമുക്ക് അതൊക്കെ അവിടെ നിൽക്കാം. നമുക്കിന്ന് ലോഞ്ച് ചെയ്തിട്ടുള്ള മോട്ടോർ സൈക്കിളിൽ നോക്കാം. ലോഞ്ച് ചെയ്ത മോട്ടോർ സൈക്കിൾ എന്ന് പറയുന്നത് ഹീറോ എക്സ്പൾസ് 200 4V ബേസ് ചെയ്തിട്ടുള്ള റാലി എഡിഷൻ ഞാൻ എടുത്ത് പറയുന്നതും അവർ റാലി എഡിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡൽ ലോഞ്ച് ചെയ്തിട്ടുള്ളതും നോർമൽ റാലി കിറ്റിൽ നിന്നും അവരുടെ ഇപ്പോഴുള്ള ഡക്കാർ റാലി മോട്ടോർ സൈക്കിൾസ്, അതുപോലെ തന്നെ അവർ ഇവിടെ ഇന്ത്യൻ നാഷണൽ റാലി റേസിങ്ങിനെ ഓടിക്കുന്ന മോട്ടോർ സൈക്കിളിൻ്റെ ഒക്കെ ആ ഒരു രൂപ സാദൃശ്യമുള്ള കുറച്ച് ഐഡന്റിറ്റിക്കൽ ആയിട്ടുള്ള മോഡൽസ് ആണ്. ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളല്ല. അവർ ആ ഒരു മോട്ടോർ സൈക്കിൾ ചെയ്തിട്ടുള്ള പെയിന്റിംഗ് വർക്ക്സ്, അതുപോലെ തന്നെ സ്റ്റിക്കർ വർക്ക്സ്, അതെല്ലാം അവരുടെ റേസിംഗ് മോട്ടോർ സൈക്കിൾ, റാലി മോട്ടോർ സൈക്കിളിലൊക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു മോഡലിനോട് വളരെയധികം ഐഡന്റിക്കൽ ആണ്. ഇനി ഈ ഒരു ഐഡന്റിക്കൽ ആയിട്ടുള്ള മാറ്റങ്ങൾ മാത്രമാണ്, അല്ലെങ്കിൽ ഈ ഒരു ഫോട്ടോസ് മാത്രമാണ് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുള്ളത്. ഇന്ന് കോയമ്പത്തൂർ നടക്കുന്ന ഒരു ഇവന്റിൽ നിന്നും ഫോട്ടോസ് മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. അതല്ലാതെ നമുക്ക് അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത് കുറച്ച് നാൾക്ക് മുൻപ് ഹീറോ മോട്ടോകോർപ്പിന്റെ ഒരു ഡോക്യുമെന്റേഷൻ, ഒരു അപ്രൂവലിന് വേണ്ടിയിട്ടുള്ള ഒരു ഡോക്യുമെന്റേഷൻ ലീക്ക് ആയിട്ടുണ്ടായിരുന്നു. ആ ഒരു ലീക്ക് ആയിട്ടുള്ള ഡോക്യുമെന്റേഷനിൽ ഹീറോന്റെ എക്സ്പൾസ് 200 4V ബേസ് ചെയ്തിട്ടുള്ള റാലി എഡിഷന്റെ ഡോക്യുമെന്റ്സ് ആണ്. സോ ആ ഒരു ഡോക്യുമെന്റ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു മോട്ടോർ സൈക്കിളിനെ കുറിച്ച് പറയുന്നത്. അതല്ലാതെ ഒഫീഷ്യലായിട്ട് ഒരു ലോഞ്ച് മാത്രമാണ് കഴിഞ്ഞിട്ടുള്ളത്. അതിന്റെ വിലയെ കുറിച്ചോ അല്ലെങ്കിൽ അതിലെന്തൊക്കെയാണ് ഡിഫറൻസ് എന്നുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഹീറോ മോട്ടോകോർപ്പ് ഇതുവരെ പുറത്ത് വിട്ടിട്ടില്ല. അപ്പോൾ വന്നിരിക്കുന്ന ചേഞ്ചസിലെ ഏറ്റവും ആദ്യത്തെ മാറ്റം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ആ ഒരു പെയിന്റ് വർക്ക്സ്, സ്റ്റിക്കർ വർക്ക്സ്, അതിലൊക്കെയുള്ള മാറ്റങ്ങളാണ്. ആ ഒരു ഹീറോ എന്ന് പറയുന്ന ആ ഒരു ലോഗോയും ആ ഒരു കാര്യങ്ങളൊക്കെ ഫ്യൂൽ ടാങ്കിൽ വലിയ രീതിയിൽ തന്നെ, അല്ലെങ്കിൽ കുറച്ചും കൂടി വലിയ സൈസ് കൂട്ടിയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെയാണ് നമുക്ക് എടുത്തു പറയാവുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ ഫ്രണ്ടിലെ മഡ് ഗാർഡിലെ റിയർ സെക്ഷൻ ആയിട്ടുള്ള സൈഡ് പാനൽസിലൊക്കെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണെന്നുള്ള കാര്യമൊന്നും വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. സോ നമ്മുടെ ഒരു ഫ്രണ്ടാണ് ഈ ഒരു ഫോട്ടോ നമുക്ക് അയച്ചു തന്നത്. ഇനി വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് വീൽ ബേസ്, ഓവറോൾ ലെങ്ത്, ഓവറോൾ ഹൈറ്റ്, ഈ 3 കാര്യത്തിലും ഡിഫറൻസ് ആ ഒരു അപ്രൂവലിന് വേണ്ടിയിട്ടുള്ള ഡോക്യുമെന്റേഷനിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. നോർമൽ ആയിട്ടുള്ള എക്സ്പൾസ് 200 4Vയിൽ നിന്നും ഈ ഒരു ഏറ്റവും പുതിയ എക്സ്പൾസ് 200 4V റാലി എഡിഷനിൽ ഡിഫറൻസ് വന്നിട്ടുണ്ട്. സോ ഈ പറയുന്ന മാറ്റങ്ങളെല്ലാം ഒരു നോർമൽ മോട്ടോർ സൈക്കിളിൽ, അല്ലെങ്കിൽ ഈ ഒരു ലെങ്ത്തിലാണെന്നുണ്ടെങ്കിലും വിഡ്ത്തിലാണെന്നുണ്ടെങ്കിലും ഹൈറ്റിലാണെന്നുണ്ടെങ്കിലുള്ള മാറ്റങ്ങൾ, ഒരു മോട്ടോർ സൈക്കിൾ സസ്പെൻഷന്, അതുപോലെ തന്നെ സ്വിംഗ് ആമിന്റെ ഡിഫറൻസ്, സ്വിംഗ് ആമിന്റെ ലെങ്ത് കൂട്ടുക, അങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ കൊണ്ട് മാത്രമാണ് ഈ പറഞ്ഞ 3 ഡിഫറൻസും വരാനായിട്ടുള്ള സാധ്യതയുള്ളൂ. അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് സസ്പെൻഷൻ ഡിഫറൻസ് ഉണ്ടായിരിക്കാം ചെറിയ രീതിയിൽ, അതുപോലെ തന്നെ സ്വിംഗ് ആമിന് ഡിഫറൻസ് ഉണ്ടായിരിക്കാം. ഇതൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന മാറ്റങ്ങൾ. ഇനി എന്തായാലും ഹീറോ മോട്ടോകോർപ്പ് ഒഫീഷ്യലായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ, അല്ലെങ്കിൽ ഒഫീഷ്യലായിട്ടുള്ള ഡാറ്റ ഉടൻ തന്നെ പുറത്ത് വിടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അടുത്തൊരു മാറ്റം കണ്ടത് ഏകദേശം ഒരു 2 കിലോഗ്രാം വെയിറ്റ് കൂടിയിട്ടുണ്ട് ഏറ്റവും പുതിയ എക്സ്പൾസ് 200 4V റാലി എഡിഷൻ എന്ന് പറയുന്ന ഈ ഒരു മോഡലിന്. എന്താണ് ആ ഒരു വെയിറ്റിൽ വന്നിരിക്കുന്ന ഡിഫറൻസ് എന്നുള്ള കാര്യം നമുക്കറിയില്ല. ആ ഒരു ഡോക്യുമെന്റേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം പറയുന്നത് തന്നെ. ഇനി എല്ലാവരും കാത്തിരിക്കുന്ന, ഓൾറെഡി ടർക്കിയിലൊക്കെ ഏറ്റവും അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള എക്സ്പൾസ് 200 4V വന്നിട്ടുണ്ട്. അതിൽ ഹെഡ്ലൈറ്റിൽ ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഹെഡ്ലൈറ്റ് കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിട്ടുള്ള DRLും കുറച്ചും കൂടിയും ഇന്റൻസിറ്റി, വെളിച്ചമൊക്കെ കുറച്ചും കൂടി ഉള്ള ഒരു മോഡലാണെന്ന് പ്രതീക്ഷിക്കുന്നത്. അങ്ങനത്തെ ഒരു ഹെഡ്ലൈറ്റ് ടർക്കിയിലൊക്കെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു ഹെഡ്ലൈറ്റ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുള്ള എക്സ്പൾസ് 200 4V റാലി എഡിഷനിൽ കാണാനായിട്ട് സാധിച്ചിട്ടില്ല. സോ ഇതൊക്കെയാണ് നമുക്കിപ്പോൾ ആ ഒരു ഡോക്യുമെന്റേഷൻ വെച്ചിട്ടും നമ്മളിപ്പോൾ ആ ഒരു മോട്ടോർ സൈക്കിൾ ലോഞ്ച് ചെയ്ത ഫോട്ടോസ് വെച്ചിട്ട് നമുക്ക് പറയാനായിട്ടുള്ളത്. കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം എന്തായാലും ഹീറോ മോട്ടോർ സൈക്കിൾ ഉടൻ തന്നെ പുറത്തു വിടുമെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ തന്നെ ഡൗട്ട് സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സ് ചോദിക്കാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ, ചാओ.